ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനോട്ട് ഞാനിവിടെ ഇതെല്ലാം ഫ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട്, ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പൂ, അതുപോലെ തന്നെ 3 ഏലയ്ക്ക, ഒരു വലിയ ഏലയ്ക്ക എടുത്തിട്ടുണ്ട്, 2 പീസ് കറുവപ്പട്ട, ജാതിപത്രി, ഇതെല്ലാമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണോളം മുഴുവൻ മല്ലിയാണ്, ഒരു 3/4 സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം, പെരുംജീരകം, ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം 3/4 സ്പൂണോളം. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 കാശ്മീരി ചില്ലി എടുക്കാം. അത് നമുക്കിതിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മളിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക്, ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇത്രയും മതി, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ട്, അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് തിരി കുറച്ച് വെച്ചിരിക്കുക. തീ കുറച്ച് വെച്ച് നമ്മളൊരു 20 മിനിറ്റോളം വെച്ച് നമുക്കിതൊന്ന്, ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലൂടെ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.